ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടു. മെസപ്പൊട്ടേമിയ എന്നുള്ള കുറേ ആളുകളും ജെറുസലേമിൽ ഒരുമിച്ച് കൂടിയിരുന്നിരുന്നത്. ഏതാ മെസപ്പൊട്ടേമിയ? അതായത് നമ്മളെല്ലാവരും ക്നാനായ സമുദായത്തിൻ്റെ പിൻതലമുറക്കാരാണ്. മെസപ്പൊട്ടേമിയ എന്ന് പറയുമ്പോൾ ക്നാനായ ദേശം ഉൾപ്പെട്ട പ്രദേശമാണ്. അപ്പോൾ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വ്യക്തികളിൽ ക്നാനായ ദേശത്തിൻ്റെ പിൻതലമുറക്കാരായ അല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സ് they were there. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയാൻ വേണ്ടിയിട്ട് പ്രതീക്ഷിതമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഈ കുർബാനക്രമത്തെ കുറച്ചും കൂടി ആഴത്തിൽ പഠിച്ച് ഇത് നമ്മുടെ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ക്നാനായ ദേശത്തല്ലെങ്കിൽ പ്രത്യേകിച്ച് സുറിയാനി സഭ തഴച്ചു വളർന്ന എദ്ദേസ, നിസിബിസ്, അദ്യബേനെ, ക്നാ എന്നീ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ആ സഭാസമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ആരാധനക്രമത്തിൽ അദ്ദായിയും മാറിയും രൂപം കൊടുത്ത ഈ ആരാധനക്രമത്തെ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കാനായിട്ട് അത് നമ്മുടെ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനായിട്ട് ക്നാനായ സമുദായത്തിലെ അംഗങ്ങൾക്ക് വളരെ വിശിഷ്ടമായ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയ ഉത്തരവാദിത്വമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിലേക്ക് വന്നപ്പോൾ ക്നാനായ മൈഗ്രേഷന്റെ ഭാഗമായിട്ട് എവരി മൈഗ്രേഷൻ ഹാസ് എ ഡിവൈൻ പ്ലാൻ ആൻഡ് ഇറ്റ് ഈസ് ത്രൂ യുവർ ardent faith, ardent desire to protect this divine holy Kurbana in the context of Latinization of our church in Kerala. And in that context, your presence or your desire or your deep desires in the holy Kurbana has a vital role or a vital contribution to the development of the church in Kerala. അതാണ് ക്നാനായ സമുദായം കത്തോലിക്ക സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 16-ാം നൂറ്റാണ്ടിലെ കേരളത്തിൽ ലാറ്റിനൈസേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ ആരാധനക്രമം നിന്നു പോകുന്ന ഒരു സവിശേഷമായ അവസ്ഥ സംജാതമായിരുന്നു. പക്ഷേ അതിനെതിരെ പടപൊരുതാനായിട്ട് തോമാസ് ലിഹായിൽ നിന്ന് അദ്ദായി മാറി എന്നീ ശിഷ്യനിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ കുർബാനക്രമം ലാറ്റിനൈസേഷൻ്റെ ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ ഈ കുർബാനക്രമത്തെ സ്നേഹിക്കാനും ഇതിൻ്റെ ആഘോഷത്തിൽ ഏറ്റവും കൂടുതൽ സംതൃപ്തിയും സായുജ്യവും അനുഭവിക്കാനായിട്ട് അവർ സാധിച്ചു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കുർബാനക്രമം ഇത് നമുക്ക് ഒട്ടും കൈമോശം വരാതെ നമുക്ക് സംലഭ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ കുർബാനക്രമം നമുക്ക് ഉണ്ടാകുകയില്ലായിരുന്നു. നമ്മളെല്ലാം ലാറ്റിനൈസ് ചെയ്തു പോയേനെ. അങ്ങനെ വലിയൊരു കോൺട്രിബ്യൂഷൻ ക്നാനായ സമുദായം സീറോ മലബാർ സഭയ്ക്ക് അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് നൽകിയിട്ടുണ്ട്.